ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. നമ്മുടെ പനവേലിലെ ശ്യാമാക്കയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. അവരുടെ ഒരു ചേച്ചിയുടെ മോന് ഒരു എഞ്ചിനീയർ, ഇലക്ട്രിസിറ്റി ബോർഡില് എഞ്ചിനീയർ അവന്. പിന്നെ പയ്യനെ കാണാൻ നല്ല വെളുത്തതാണ്, സ്ലിമ്മാണ് കാണാൻ. ഇവളും തീരെ വണ്ണമില്ലായിരുന്നു കൊച്ചിലെ. അവര് തമ്മില് എന്തുകൊണ്ടും ചേരും, അതുകൊണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരുടെ ഇങ്ങോട്ടും കൊണ്ട് തന്നല്ലോ. നമ്മൾ കൊണ്ടുപോയി ആസ്ട്രോളജറെ കാണിച്ചപ്പോ പറഞ്ഞു ഇത് തൃക്കേട്ട അയാളുടെ നാള്. അതാണ് വേറൊരു ഇത് ജാതകത്തിന് സാമ്യം വന്നേ. അപ്പൊ തൃക്കേട്ടയും തമ്മിൽ യോജിപ്പിച്ചാല് ഈ ശുദ്ധജാതകം ആണെങ്കിൽ പോലും എന്തെങ്കിലും അതിൽ ഏതാണ്ടൊക്കെ കുഴപ്പങ്ങളൊക്കെ വരുമെന്ന് ഇവര് കണ്ടുപിടിച്ചു. അപ്പൊ നമ്മുടെ ജ്യോത്സ്യം പറഞ്ഞു വേറെ രണ്ടുപേരും കൂടി ഞാൻ കാണിച്ചിട്ട് പറയാം ഇതിന്റെ കാര്യം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ 5 പേരെ കാണിച്ചിട്ട് 3 പേര് ശരിയെന്ന് പറഞ്ഞു, 2 പേര് അങ്ങനെ അതിനെന്തെങ്കിലും വേറെ കുതർക്കങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ആ 2 പേരുടെ അഭിപ്രായം എടുക്കണ്ട, 3 പേര് ഭൂരിപക്ഷം പറയുന്ന എടുത്താൽ മതി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അത് ആ ജ്യോത്സ്യം തന്നെ പറഞ്ഞു ഈ കുട്ടിക്ക് ഇപ്പൊ കല്യാണത്തിനല്ല യോഗം, പഠിക്കാനാ യോഗം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവളെ കാര്യവട്ടത്തേക്ക് വിട്ടത് പഠിക്കാൻ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ആദ്യമേ ഒരു ആലോചനയിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഈ തിരുവനന്തപുരത്തുകാരൻ ബ്രോക്കർ കൊണ്ടുവന്ന് ഇവിടുത്തെ ഒക്കെ ജാതകം ഇവരുടെ പാപസാമ്യമുണ്ട്, ശുദ്ധജാതകങ്ങളാണ്, തമ്മിൽ ചേരും, പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാൻ അവര് സെക്കൻഡ് പാർട്ടി പയ്യൻ പാർട്ടിയുടെ ഒക്കെ പറഞ്ഞു. അപ്പൊ പയ്യൻ പാർട്ടി എന്ന് പറഞ്ഞാൽ പ്രേമന്റെ അച്ഛൻ. നമുക്കൊന്നും വീട്ടിൽ ഫോണുള്ള സമയമല്ല. നമ്മുടെ അപ്പൂപ്പന്റെ ഓഫീസിലുണ്ട് ഫോണ്. അങ്ങേരുടെ എന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഏജീസ് ഓഫീസിൽ. അങ്ങേരുടെ ഓഫീസിൽ ഇരുന്ന് അപ്പൂപ്പന്റെ ഓഫീസിലേക്ക് വിളിച്ചു. ഫോൺ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഒരാളിവിടെ കൊണ്ട് തന്നിരിക്കുന്നു, അപ്പൊ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആദ്യം കുട്ടിയെ കാണുകയും ഒക്കെ വേണം, എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അയ്യോ കുട്ടി ഇവിടെ ഇല്ല, കുട്ടിക്ക് ജോലി കിട്ടിയിട്ട് കൊല്ലത്താണെന്ന് പറഞ്ഞു. അപ്പം ഞായറാഴ്ച ഒന്ന് വരുത്തിയല്ലേ ഞങ്ങൾക്ക്, എനിക്കും ആ കുട്ടി, ഞങ്ങളുടെ അവന്റെ അമ്മയും ഞാനും അമ്മാവനും പിന്നെ ഒരാളും കൂടി വന്നിട്ട് പ്രദീപ് ഡോക്ടർ, ഞങ്ങളൊരു 3-4 പേര് അവിടെ വരും. അതാണ് ആ പ്രപ്പോസൽ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഗീതയെ ഗീത കൊല്ലത്താണല്ലോ, ഗീതയെ അച്ഛൻ വിളിച്ച് ചോദിച്ചു, ബാങ്കിലേക്ക് വിളിച്ചിട്ട് നീ ഇങ്ങനെ ഒരു കൂട്ടർ വരും എന്ന് പറഞ്ഞു, നിനക്ക് വീട്ടിൽ വരാൻ പറ്റുമോ ആ സമയത്ത്? അവളെ അതിശയിച്ചു പോയി. ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ പെട്ടെന്ന് അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നു, അല്ല നീ ഈ ആഴ്ച വരുന്നുണ്ടോ ആലപ്പുഴയ്ക്ക്? ഇപ്പൊ ജൂൺ എന്തൊക്കെയാണിത്, ജൂൺ എന്താന്ന് പറഞ്ഞാൽ 6 മാസം എന്ന് പറഞ്ഞാല് ഹാഫ് ഇയർലി ക്ലോസിംഗ് ആണ്. ഹാഫ് ഇയർലി ക്ലോസിങ്ങിന് എനിക്ക് ബാങ്ക് ജോലി കയറിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊന്നും അവർ ലീവ് ഒന്നും ഞായറാഴ്ച ലീവ് വേണ്ട, പക്ഷെ ലീവ് വേണ്ടി വരും. പിറ്റേ ദിവസം ഒക്കെ പോകുമ്പോൾ താമസിച്ചങ്ങ് എത്തത്തുള്ളൂ എന്ന് പറഞ്ഞ പറ്റത്തില്ല. ജൂൺ 30 എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു സൺഡേ ആയിരുന്നു, അപ്പം അത് പറ്റില്ല. അപ്പൊ അടുത്ത ആഴ്ച അവർ വരും, നീ തീർച്ചയായിട്ടും അടുത്ത ആഴ്ച ഇവിടെ എത്തിയിരിക്കണം എന്ന് ഫോൺ വെച്ചു. അപ്പൊ ഇനി അച്ഛന്റെ ശാസനയല്ലേ, ഇവിടെ വന്ന് പറയാനും നിവൃത്തിയില്ല, പറയാതിരിക്കാനും നിവൃത്തിയില്ല എന്ന് പറഞ്ഞു വന്നു. ഏതായാലും ആള് ഇവരും വന്നു ആദ്യ ദിവസം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ വരുന്നതല്ലേ, അപ്പൊ നമ്മളിവിടെ ഊണൊക്കെ കരുതിയിരുന്നു. പക്ഷെ കല്യാണത്തിന് സമ്മതം ഇല്ലെങ്കിൽ ആരും ഉണ്ണത്തില്ല, അതൊക്കെ ഒരു നിയമങ്ങളാണ്. അപ്പൊ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തരുന്നുണ്ടോ നിങ്ങളെന്ന് ചോദിച്ചു പ്രേമിന്റെ അച്ഛൻ. ആഹാരം കഴിക്കുമെങ്കിൽ ഇവിടെ ആഹാരം റെഡിയാന്ന് പറഞ്ഞു. കഴിക്കുമല്ലോ നമുക്ക് അറിഞ്ഞൂടല്ലേ, കാപ്പിയൊക്കെ കുടിച്ചു. അപ്പൊ മനസ്സിലായി യെസ് എന്നുള്ളതാണ് വന്നത്. അപ്പൊ ഈ അപ്പൂപ്പന്റെ വേല കേൾക്കണം. അപ്പൂപ്പനധികം സംസാര കുറവല്ലേ, എല്ലാരോടും അങ്ങനെ വർത്താനം പറയത്തില്ലല്ലോ, വാചാലനല്ലല്ലോ. അപ്പൊ അപ്പൂപ്പൻ എന്ത് ചെയ്തു, പപ്പൻ പേരപ്പനെ, പ്രസന്നം പേരപ്പനെ എല്ലാരെയും അവിടെ വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തണ്ണീർമുക്കത്തെ കൊച്ചച്ഛൻ, ബാലൻ കൊച്ചച്ഛൻ, പിന്നെ വല്യച്ഛൻ, ഇത്രയും പേര്. വല്യച്ഛൻ മാത്രല്ല, ഈ കുമാരിയുടെ അച്ഛൻ
കുമാരിയുടെ അച്ഛനും ഉണ്ടായിരുന്നു. അവരെല്ലാരും കൂടി ഒരു കാറിനകത്ത് അവരും വന്നിട്ടുണ്ട് ആ ദിവസം. അപ്പൊ നമ്മുടെ വീട്ടിലൊരു കല്യാണത്തിന്റെ നിശ്ചയം പോലെയുള്ള ആളുകൾ അവിടെ ഉണ്ട്. പിന്നെ അവർക്കും ഒക്കെ നമ്മൾ ഊണ് കൊടുക്കണം, ഇത്രയും പേർക്ക്. അല്ല, അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഊണ് കൂടുതൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഊണ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞങ്ങളുടെ വീടും പരിസരവും ഈ പെൺകുട്ടിയെ എവിടെ കൊണ്ടുപോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ, ഉണ്ട്, നിങ്ങൾ ഏത് ദിവസം തിരുവനന്തപുരത്തിന് വരുന്നു? പെട്ടെന്നായിരുന്നു ഈ ആലോചനയൊക്കെ, ദിവസങ്ങളധികം എടുത്തില്ല. അപ്പൊ ഇവര് എല്ലാരും കൂടി ആലോചിച്ചൊരു ദിവസം അതിന് തീരുമാനിച്ച് അവർ തിരുവനന്തപുരത്ത് പോയ ദിവസം അവിടെ വെച്ച് അവരും കുറെ ആളുകളെ അവിടെ അവരുടെ ബന്ധുക്കളെ ആരെയൊക്കെ വിളിച്ചു വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഊണൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി നമുക്കൊരു നിശ്ചയമൊന്നും വേണ്ട, കല്യാണത്തിന്റെ ഡേറ്റ് അങ്ങ് നിശ്ചയിച്ചേക്കാം. ഈ ബ്രോക്കർ എന്ന് പറഞ്ഞ ആളൊരു മാഷ, ഒരു ടീച്ചറാ. അയാൾ ഇവരുടെ ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. നമുക്കും അറിഞ്ഞൂടാ അയാൾ ആരാന്ന്. പക്ഷെ അയാൾക്ക് ബ്രോക്കറേജ് കൊടുക്കണം. അത് ശരി. അപ്പൊ അതവിടെ നിന്ന് വരും. അപ്പൊ അയാൾ ഇടയ്ക്ക് ഓഫീസിൽ വിളിച്ച് ചോദിച്ചു, സാറേ ഞാൻ കൊണ്ടുവന്ന ആലോചനകൾ മുന്നോട്ട് പോകുന്നു ഞാൻ അറിഞ്ഞു. അപ്പൊ നിങ്ങൾ തിരുവനന്തപുരത്ത് വരുമല്ലോ അല്ലേ? വരുമ്പോ ആരും അറിയാതെ ഞാൻ ഇന്ന ജംഗ്ഷനിൽ നിൽക്കും. അപ്പൊ കാറിന്റെ നമ്പരൊക്കെ എനിക്ക് തരികയാണ്. ഞാൻ ആ കാർ അവിടെ വരുമ്പോ ഞാൻ അവിടെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ആ കാറിനകത്തിരിക്കുന്നവർ പോലും അറിയാതെ എനിക്ക് എന്റെ ഒരു കവറിനകത്തിട്ട് എന്റെ കാശിന് എന്ന് പറഞ്ഞ അപ്പൂപ്പനുണ്ട്. അപ്പൊ അപ്പൂപ്പൻ ഇത് രഹസ്യമായിട്ടും ചെയ്യണേ, ഇയാളല്ലേ ഇത് കൊണ്ടുവന്നേ, അയാൾ ഇതിനു വേണ്ടിയല്ലേ ചെയ്തത്. അതൊക്കെ ഇതിന്റെ ഒരു എന്താ നുറുങ്ങുകളാ, രസത്തിന്റെ നുറുങ്ങുകള്. അപ്പൊ അപ്പൂപ്പൻ പറഞ്ഞത്, ഇവിടെ ഒരാള് എന്നെ കാലത്ത് നിൽക്കുന്നുണ്ട്, അയാളെ ഒന്ന് ഞാൻ കണ്ടോട്ടെ എന്ന് പറഞ്ഞു. വണ്ടി നിർത്തിച്ചിട്ട് അവിടെ അയാളെ കണ്ടു. ഇയാള് തന്നെയാണോ നമുക്ക് എങ്ങനെ അറിയും? അയാളപ്പൊ ലക്ഷണം ഏതാണ്ടൊക്കെ പറഞ്ഞു. അപ്പൊ നിശ്ചയിച്ചു അല്ലേ, തീരുമാനമായി അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ നമ്മുടെ കാര്യം തന്നെയാണ്, രൂപയും കൂടി. പിന്നെ ആ മനുഷ്യനെ കണ്ടിട്ടേ ഇല്ല. പിന്നെ അങ്ങനെ നവംബർ 4-ാം തീയതി ഒരു ഡേറ്റ് നിശ്ചയിച്ചാണ് പേരമ്മയുടെ കല്യാണ നിശ്ചയം പോലെ ഇത് അന്ന് നടന്നത്. വേറെ നിശ്ചയമായിട്ടൊരു ചടങ്ങില്ലായിരുന്നു. അങ്ങനെയാണ് ഗീതയുടെ കല്യാണം ഉറപ്പിച്ചത്. നവംബർ 4-ാം തീയതി ആലപ്പുഴയിൽ തന്നെയുള്ള രാമമന്ദിർ, ശ്രീരാമ മന്ദിർ എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടന്നു. അതാണ് പേരമ്മയുടെ കല്യാണം. കല്യാണം കഴിഞ്ഞ് തലേ ദിവസം തന്നെ ഇവര് ആലപ്പുഴ വന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരണ്ടേ. തലേ ദിവസം നമ്മൾ അവർക്ക് താമസ സൗകര്യമൊക്കെ ഏർപ്പാട് ചെയ്തിരുന്നു. ഗംഭീരമായിട്ട് കല്യാണം നടത്തി. അപ്പൂപ്പന്റെ ആഗ്രഹം പോലെ നടന്നില്ല. അപ്പൂപ്പന് ഭയങ്കര സന്തോഷമായിരുന്നു. അത് നമ്മുടെ പഴവീട്ടിലെല്ലാരും പറയുകയും ചെയ്തു, നന്നായി കല്യാണം നടത്തി, വളരെ നന്നായിട്ട് തന്നെ ഒരു മംഗളമായിട്ട് തന്നെ എല്ലാം നടന്നു. അന്ന് തന്നെ പെണ്ണിനെ കൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെയാണ് പേരമ്മയുടെ കല്യാണം. അപ്പം പേരമ്മയ്ക്ക് കൊല്ലത്തെ കടക്കൽ ബ്രാഞ്ചിലായിരുന്നു ജോലി. അതിന് മുമ്പുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇങ്ങനൊരു ആലോചന വരുന്നു എന്ന് പറഞ്ഞപ്പം പേരപ്പന് SBT തന്നെ ജോലി ചെയ്യാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ തന്നെ. അത് ഹെഡ് ഓഫീസിലായിരുന്നു, പൂജപ്പുര ആണെന്ന് തോന്നുന്നു. അപ്പൊ പേരപ്പൻ എന്ത് ചെയ്തു, ആരും അറിയാതെ പെൺകുട്ടിയെ ഒന്ന് കാണണം, ഈ നമ്മുടെ വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ ബ്രാഞ്ചിലേക്ക് ചെന്നു. ആരും അറിയാതെ, പെണ്ണും അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. അപ്പൊ എന്താ, ഈ ബാങ്കില് 16 മെയിൽ സ്റ്റാഫും ഒരു ഫീമെയിൽ സ്റ്റാഫും. അപ്പൊ അത് ആരും കണ്ടുപിടിക്കാൻ പ്രയാസമില്ല, മനസ്സിലായോ? അപ്പൊ ഇവിടെ വന്നു, സ്കൂട്ടറിൽ വന്നു, തിരുവനന്തപുരത്ത് നിന്ന് സ്കൂട്ടറിൽ വന്നിട്ട് അവിടുത്തെ മാനേജരുമായിട്ട് ബാങ്ക് സംബന്ധമായിട്ടൊക്കെ ഒഫീഷ്യലായിട്ടൊക്കെ സംസാരിച്ചു. വേറെന്തോ ഒഫീഷ്യലായിട്ട് വരുന്ന ഒരു രീതിയിൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ട്, അതായതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ലേഡി സ്റ്റാഫ് ഒരാളേ ഉള്ളൂ, അത് ആലപ്പുഴ എന്ന് വന്നിട്ടുള്ള, ഈയിടെ ജോയിൻ ചെയ്തതേ ഉള്ളൂ ഒക്കെ പറഞ്ഞു ഓഫീസർ. അപ്പൊ ഈ ഓഫീസർ എന്ന് പറയുന്ന ആളാരാ, ആലപ്പുഴയുള്ള ഒരാളാ. അതായത് ഞാനൊക്കെ പഠിപ്പിച്ച ഒരു കമലാദേവി എന്ന് പറഞ്ഞൊരു കുട്ടി, അവളുടെ ഹസ്ബൻഡാണ്
ഇവിടുത്തെ ഓഫീസർ, ബാങ്ക് മാനേജർ. അവളും ബാങ്ക് മാനേജരാ. അവളും തിരുവനന്തപുരത്തെ ഏതോ ബ്രാഞ്ചിൽ, ഈ കമലാദേവി. പിന്നെ ഈ കമലാദേവിയുടെ അമ്മ എൻ്റെ ടീച്ചറാണ്. ഒരുപാട് നമ്മൾ അവരുമായിട്ട് ഇതുണ്ട്. പിന്നെ അച്ഛൻ SD കോളേജിലെ പ്രൊഫസറായിരുന്നു ഈ കമലാദേവിയുടെ. അപ്പൊ അവർക്കും കൂടുതൽ ഈ പെൺകുട്ടിയായിട്ട് അറിയാമെന്നുള്ളത് വന്നവിടെ വെച്ച്. അങ്ങനെ പേരപ്പന് രഹസ്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത് പറഞ്ഞില്ല. ഇങ്ങനെ കല്യാണാലോചന വന്നിട്ട് ഞാൻ കുട്ടിയെ കാണാൻ പറയാതെ ഒഫീഷ്യലായിട്ട് വന്നിട്ട് പോയി. അങ്ങനെ അതിനിടയിൽ അതുകൊണ്ട് സംഭവിച്ചെന്ന് പിന്നീട് നമ്മളോട് പറഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓരോരോ സംഭവം ഞാൻ ഓർത്തോർത്ത് പറഞ്ഞതാ. അങ്ങനെയാണ് പേരമ്മയുടെ കല്യാണം. അപ്പൊ ആ സമയത്ത് തന്നെ ഇവള് റിസർവ് ബാങ്കിന്റെ ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അപ്പോയിന്റ്മെന്റ് വന്നു. അപ്പോഴത്തേക്ക് ഇവള് പ്രഗ്നന്റ് ആയി. അപ്പൊ ഇന്റർവ്യൂവിന് ചെന്നപ്പം ജോയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം അറിയിച്ചു. അപ്പൊ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യണ്ട, നിങ്ങളുടെ സർവീസ് ഒന്നും ബ്രേക്ക് വരില്ല, ഇപ്പം മറ്റേ ബാങ്കിന്റെ സർവീസും കൂടി കണ്ടിന്യൂസ് ആയിട്ട് കൂട്ടിയേ സർവീസ് വരത്തുള്ളൂ. ഡെലിവറി കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഒരു 6 മാസമായി കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പൊ മറ്റേ ലീവൊക്കെ കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ മതി. അങ്ങനെ അന്ന് തൊട്ട് റിസർവ് ബാങ്കിലായി.